നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയനും LDF സർക്കാരിന് ഇരട്ടത്താപ്പാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പക്ഷമെങ്കിൽ വേടന് മറുപക്ഷമാണ്. ഇരട്ട നീതിയാണ് ഇരുവർക്കും. വേടനെ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ പരിപാടികളിലും പൊക്കിയെടുത്തു കൊണ്ടുവരുമ്പോൾ, ഒരു അവാർഡും തന്ന് കൊണ്ടുവന്ന് ഇരുത്തുമ്പോൾ രാഹുലിന് മറ്റൊരു പക്ഷമാണ്. അതായത് ചീത്തവിളിയുടെ, ആക്ഷേപത്തിന്റെ, ട്രോളുകളുടെയൊക്കെ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം. രാഹുലിനെ പിന്തുടർന്ന് ആക്രമിക്കുക, കൊല്ല ചെയ്യുക, ഇതാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ മെയിൻ ലക്ഷ്യം. ഒരു തരത്തിലും വളരാൻ അനുവദിക്കാതിരിക്കുക. അതുമാത്രമല്ല, വേടന് ഒരു നീതി കൊടുക്കുമ്പോൾ രാഹുലിന് മറ്റൊരു നീതി എന്നുള്ളത് മാത്രത്തിൽ ഒതുങ്ങി നിൽക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. രാഹുൽ പാലക്കാടുകാരുടെ സ്വന്തമാകുന്നത് അത്ര അങ്ങോട്ട് സഖാക്കന്മാർക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ് സാരം. അതായത് ഈ പറയുന്നത് പോലെ പാലക്കാട് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് രാഹുൽ അങ്ങ് എല്ലാവരുടെയും ഇഷ്ടം സമ്പാദിക്കുന്നത് ഒരു തരത്തിലും ഇവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിലവിൽ 8ാമത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ 8ാമത് ഒരു ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട്, അതായത് രാഹുൽ മാങ്കൂട്ടൻ MLAയും ഇന്ത്യൽ മണിയും ചേർന്ന് കണ്ണാടി പഞ്ചായത്തിലെ വടക്കുമുറി സ്വദേശി സുന്ദരനും കുടുംബത്തിനും സ്മൈൽ ഭവന പദ്ധതിയുടെ 8ാമത് വീടിന്റെ തറക്കല്ലിടിയിലായിരുന്നു ഇന്ന്. നടി തന്മയാണ് ഈ ഒരു തറക്കല്ലിടിയിലിന് വന്നത്. നിരവധി നടന്മാരെയൊക്കെ കൊണ്ടുവന്നാണ് ഓരോ വീടിന്റെയും തറക്കല്ലിടിയിൽ നടത്തിയിരുന്നത്. ഇന്ന് തന്മയാണ് പങ്കെടുത്തത്. ഈ തന്മി പങ്കെടുത്ത് ചില യൂട്യൂബേഴ്സ് ഒക്കെ അത് സോഷ്യൽ മീഡിയയിൽ അപ്പ് ചെയ്തപ്പോൾ തന്നെ ഈ പറയുന്ന ആക്ഷേപങ്ങളുടെ പെരുമഴ തന്നെയാണ്. ഒന്ന് ചിന്തിക്കൂ, ആശമാരുടെ ഈ സമാപന സമരത്തിൽ രാഹുൽ മാങ്കൂട്ടം വന്നതൊക്കെ വലിയ വിവാദമായിരുന്നു. അന്ന് ഏറ്റവും പ്രായം ചെന്ന ഒരു ആശാപ്രവർത്തക രാഹുലിനെ ഒരു മകനെ പോലെ അത് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തത് എന്തു വലിയ തെറ്റായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചില സഖാക്കന്മാർ എടുത്തിട്ട് ട്രോൾ ചെയ്ത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എത്രമാത്രമുണ്ട് ഈ സഖാക്കന്മാരുടെ വിവരവും മാനസിക ഒരു ആരോഗ്യവും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ വിവേകവും മാനസികമായിട്ട് നല്ല ആരോഗ്യമുള്ളവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കുക. എത്രയും പ്രായം ചെന്ന സ്ത്രീയായിരുന്നു അവര്. അതുപോലെ മറ്റ് ആശാപ്രവർത്തകരൊക്കെ വന്നതും രാഹുലിന്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തതും വലിയ, ഞാൻ ഈ പ്രേക്ഷകരോട് പറയുന്ന രീതിയല്ല, വലിയ തെറ്റായ ആക്ഷേപമാണ് ഉയർത്തിയത്. ഇതിനു മുന്നും ഷൈൻ ടീച്ചറിന്റെ നേരെ ചെറിയൊരു ആക്ഷേപം ഉയർത്തി അവിടെ ഇവിടെയും ചില പോസ്റ്റുകൾ വന്നതിന്റെ പേരിൽ എന്തോരോ പുകിലായിരുന്നു സഖാക്കൾ എടുത്തിരുന്നത്. അന്നുണ്ടായിരുന്ന ഈ ഫെമിനിസ്റ്റുകളും ഈ സാംസ്കാരിക നായകന്മാരും ഈ പാവം പിടിച്ച സ്ത്രീകൾക്ക് രാഹുലിനെ ഒന്ന് വന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ കൈ കൊടുക്കുന്ന കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ പെൺകുട്ടികള്, അല്ലെങ്കിൽ സ്ത്രീകള്, വാർദ്ധക്യ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന വൃദ്ധജനങ്ങളെ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLAക്ക് കൈ കൊടുക്കുമ്പോൾ രാഹുലിനെ മാത്രമല്ല ഇവിടെ ആക്ഷേപിക്കുന്നത്, ഈ സ്ത്രീകളെ കൂടിയാണ്. ഇതാണോ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ്? ഇത് തന്നെയല്ലേ LDF സർക്കാർ? യഥാർത്ഥ LDF സർക്കാർ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മനോനില? ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇങ്ങനെയാണോ സ്ത്രീകളോട് ചെയ്യേണ്ടുന്നത് എന്നുള്ള ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പലരും ഇതിന്റെ താഴെ അടിക്കുറിപ്പുകളായി എഴുതിയിരിക്കുന്നു. യഥാർത്ഥ സഖാക്കന്മാരുടെ യഥാർത്ഥ തനിനിറമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീപക്ഷമെന്നും, അല്ലെങ്കിൽ ദളിതർക്ക് വേണ്ടിയിട്ടാണെന്നും, പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണെന്നും, ഞങ്ങൾ എന്ന് സ്ത്രീകളോടൊപ്പമാണ് എന്ന് പറയുന്ന അതേ LDF സർക്കാരാണ് ഇന്ന് സ്ത്രീകൾക്ക് ആക്ഷേപത്തിന്റെ പെരുമഴ ഉയർത്തുന്നത്. ഏത് ആശയത്തിന്റെ പേരിലാണ് താൻ സഖാവ് എന്ന് പറയുന്നത്? ഇതിൽ ഓരോ വ്യക്തികളും, വീട്ടിൽ അമ്മയും പെങ്ങളും അതേപോലെ മക്കളും പെൺകുട്ടികളും ഒക്കെ ഉള്ള സഖാക്കന്മാരാണ് വീട്ടിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ഫോണിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ ആക്ഷേപമായിട്ട് പെരുമഴ കൊള്ളിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ചിലതെല്ലാം ഫേക്കുകളാണ്. പക്ഷെ ഇതെല്ലാം സഖാക്കന്മാരാണോ? എത്ര ഫേക്ക് ആണെങ്കിലും ഒരു വ്യക്തിയാണല്ലോ ഇത് ടൈപ്പ് ചെയ്തിടുന്നത്. ആ വ്യക്തിയുടെ കുടുംബത്തിൽ അമ്മ, സഹോദരി, ഇത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിട്ടാണ് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തരത്തിൽ മറ്റുള്ള സ്ത്രീകളെ ആക്ഷേപിക്കുന്നത്. ഇന്ന് തന്മി എന്ന് പറയുന്ന ആ ഒരു നടി രാഹുൽ മാങ്കൂട്ടം വരുന്നതും അവരെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവരെ വളരെയധികം ആക്ഷേപിക്കുന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ വരുന്നത്. ഒരുപക്ഷെ ഇതിലൊന്നും പൂസാക്കാതെ രാഹുൽ മാങ്കൂട്ടം മുന്നേറുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ ചിന്തിക്കുക. അത്തരത്തിലുള്ള കമന്റുകൾ അതിനകത്ത് വരുന്നുണ്ട്. എത്ര നിങ്ങൾ ആ മനുഷ്യനെ അടിച്ച് താഴോട്ടിട്ടാലും ഉയർന്നു വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം പാലക്കാടുകാർക്ക് വേണ്ടുന്നത് ഒരു യഥാർത്ഥ നല്ല MLA ആണ്. തങ്ങൾക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത്.
രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയേറെ വിമർശിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് അല്ലെങ്കിൽ യഥാർത്ഥ സഖാക്കന്മാരോട് സഖാത്തിമാരോട് ഒന്നേ ചോദിക്കാനുള്ളൂ. കഴിഞ്ഞ ദിവസം പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ മരണപ്പെട്ട ഷെറിന് രക്തസാക്ഷി എന്ന് പറഞ്ഞ് ഡിവൈഎഫ്ഐ ഒരു അനുസ്മരണ ചടങ്ങൊക്കെ നടത്തിയിരുന്നു. അപ്പൊ അതിൽ രാഹുൽ മാങ്കൂട്ടം ഏതായാലും നല്ലൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. ഈ ഇത്തരത്തിൽ ബോംബ് നിർമ്മിച്ച് മറ്റുള്ളവരെ കൊല ചെയ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് രക്തസാക്ഷികളായിട്ട് വരുന്നത്. സ്ത്രീകളെ പീഡിപ്പിച്ച് സ്ത്രീകൾ പരാതി കൊടുത്ത് ഇപ്പോഴും കോടതിയുടെ വിധി വരാൻ കാത്തിരിക്കുന്ന വേടനാണ് നിങ്ങളുടെ യഥാർത്ഥ താരം. വേടനാണ് നല്ലത്. കഞ്ചാവ് അടിച്ച് പൊതുസമൂഹത്തിൽ വന്നു നിൽക്കുന്ന യഥാർത്ഥ വ്യക്തിയായ കലാകാരനാണ് വേടൻ. അവരാണ് നിങ്ങളുടെ താരങ്ങൾ. മറ്റൊരു ഇതുണ്ട്, ഇത്തരത്തിലുള്ള കഞ്ചാവും മദ്യവും ഒക്കെ അടിച്ച് ആദ്യം കുറെ നാൾ പൊക്കിയെടുത്തോണ്ട് വന്ന മറ്റൊരു സഖാവിനെയും മലയാളികൾക്കറിയാം. അവരൊക്കെയാണ് നിങ്ങളുടെ യഥാർത്ഥ താരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ പിശാചാണ്, ഞരമ്പ് രോഗിയാണ്, മാനസിക രോഗിയാണ്, ഈ പറയുന്ന പെണ്ണുപിടിയനാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ തലയിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് ഇത്തരത്തിലുള്ള മന്ത്രിമാരും MLA-മാരും ഇത്തരത്തിലുള്ള കലാകാരന്മാരും ഒക്കെ എന്നുള്ളത് മറന്നു പോകരുത്. ആക്ഷേപങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ ആശയപരമായിട്ട് ആക്ഷേപിച്ചോളൂ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെ മാത്രമല്ല നിങ്ങൾ ആക്ഷേപിക്കുന്നത്, ഒപ്പമുള്ള സ്ത്രീകളെ കൂടിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഇന്ന് നടി വന്നു, അവരെ എന്തുമാത്രം ആക്ഷേപിക്കുന്നു. ഈ പറയുന്നത് പോലെ അവര് ഒരു MLA വിളിച്ചു അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിന് വരുന്നു, ആശമാര് അവര് മറ്റുള്ള ആൾക്കാരെ MLA-മാരെയൊക്കെ വിളിച്ച കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഖാക്കന്മാർ എത്രയോ പേര്, സഖാത്തികൾ എത്രയോ പേര് രാഹുലിന്റെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്. ഇവരെ എല്ലാം നിങ്ങൾ മോശമായിട്ടും വൃത്തിഹീനമായിട്ടും നിങ്ങൾ കരുതുമോ കാണുമോ? ഏതായാലും രാഹുലിനെതിരെയുള്ള ഈ ആക്ഷേപം കൂടുന്തോറും സ്ത്രീകൾക്ക് രാഹുലിനോടുള്ള ഇഷ്ടവും ആരാധനയും കൂടുകയാണ്. ഒരുപാട് സ്ത്രീകളാണ് രാഹുലിനെ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്ന സ്ത്രീകളാണ്. ഏതൊക്കെ സ്ത്രീകൾ കൊണ്ടാണോ രാഹുൽ ഇമാതിരി തഴയപ്പെട്ടത് അല്ലെങ്കിൽ തൻ്റെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ ഭാവി നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ മറ്റ് ഒരു പക്ഷം സ്ത്രീകളാണ് രാഹുലിനെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുകൂടി ഓർക്കുക. കാരണം മലയാളികളായ സ്ത്രീകൾക്ക് നന്നായിട്ട് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ളത്. ഇവിടെ ശരിയും തെറ്റുമൊന്നും ഞാൻ വേർതിരിച്ചറിയുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരന് ചേർന്ന പണിയൊന്നും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചിട്ടുള്ളത്. ഏതായാലും ചില വ്യക്തി ജീവിതത്തിലൊക്കെ അദ്ദേഹത്തിന് തെറ്റുകളും പാളിച്ചകളും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരാളിനെ മൊത്തത്തിൽ ഉന്മൂലനം ചെയ്യാൻ മനഃപൂർവ്വം കെട്ടിയിറങ്ങുന്നതാണ് ഒരുപക്ഷെ സ്ത്രീകൾ തന്നെ അതിന് എതിരായിട്ട് നിൽക്കുന്നത്. അവർ അതുകൊണ്ടാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നത്. ഈ പറയുന്ന കേസുകളൊക്കെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ, പിണറായി സർക്കാരിന്റെ പോലീസിന്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഈ കേസിന് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് പോലും ഒരു പരാതി, ഒരു ലോക്കൽ പെറ്റീഷൻ പോലും തയ്യാറാക്കാൻ പറ്റാത്തത് ആരുടെ പെടിപ്പുകേടാണ്? ഇവിടെ ആരാണ് വിജയിച്ച് നിൽക്കുന്നത് എന്നുകൂടി ചിന്തിക്കുക. ഈ പറയുന്ന സ്വകാര്യതയിൽ നിറഞ്ഞ ചെറിയ ഓഡിയോ ക്ലിപ്പുകൾ ചില ചാനലുകൾ അദ്ദേഹത്തിന്റെ സ്വകാര്യത നിറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് ചൂഷണം ചെയ്തെടുത്തിട്ട് അത് പബ്ലിക്കാക്കി എന്ന് പറഞ്ഞ് എല്ലാവർക്കും അവരുടേതായ സ്വകാര്യതയുണ്ട്, അടുത്തടുത്തുള്ള പ്രണയങ്ങളുണ്ട്, ജീവിതമുണ്ട്. അതിൻ്റെയൊക്കെ ഓരോന്നെടുത്ത് ഇതേപോലെ പബ്ലിക്കാക്കി കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും മോശക്കാരായിട്ട് തന്നെ നോക്കൂ. അവിടെ എവിടെയൊക്കെയുള്ള ചിലതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇവൻ ഏറ്റവും വലിയ നികൃഷ്ട ജന്മമാണ്, വൃത്തികെട്ടവനാണ് എന്ന് ആരോപിക്കാൻ വലിയ കാലതാമസമൊന്നുമില്ല. എല്ലാവരുടെയും സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ ഒന്ന് പുറത്ത് വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും കരുതി ഇവരൊക്കെ ഏറ്റവും വൃത്തികെട്ടവരാണ് എന്നുള്ളത്. പക്ഷേ ആ ഒരു സ്വകാര്യത എന്ത് തന്നെയായാലും അത് തെറ്റാണ്. അതെന്ത് തന്നെയായാലും അദ്ദേഹം എന്നായാലും അത് തുറന്നു പറയുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുവരെ എന്തായാലും കാത്തിരിക്കാം. പക്ഷെ ഇത്തരത്തിൽ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ആക്ഷേപിക്കുന്ന, മറുവശത്തിക്കുന്ന ഒന്നും അറിയാത്ത കൊച്ചു പെൺകുട്ടികൾ മുതൽ വൃദ്ധജനങ്ങൾ വരെയാണ്, അവരെ വരെ നിങ്ങൾ ആക്ഷേപിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം എന്താണെന്ന് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഏതായാലും ഈ ബോംബ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകനെ രക്തസാക്ഷിയായിട്ട് പറഞ്ഞതിന് രാഹുൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിങ്ങനെയാണ്: ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല്ലപ്പെട്ട ആളിനെ പറ്റിയാണ് ഡിവൈഎഫ്ഐ രക്തസാക്ഷി എന്ന് പറഞ്ഞത്. ഇയാൾ എന്തായാലും ബോംബ് നിർമ്മിച്ചത് ഇന്ത്യൻ സേനയ്ക്ക് വേണ്ടിയിട്ടല്ല, CPM എന്ന കൊലയാളി പാർട്ടിക്ക് വേണ്ടിയാണ്. അപ്പോൾ CPM ബോംബ് നിർമ്മിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ബോംബ് എന്തായാലും അവലോസുണ്ടയ്ക്ക് പകരം ചായയുടെ കൂടെ കഴിക്കാൻ ഉള്ളതല്ലല്ലോ, മനുഷ്യരെ കൊല്ലാൻ ഉള്ളതല്ലേ. ഇതുകൊണ്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ തീവ്രവാദി സംഘം CPM ആണെന്ന് പറയുന്നത്. ഇനി ഈ കൊല്ലപ്പെട്ട ഷെറിൻ ശ്രീമതി KK ശൈലജയ്ക്കൊപ്പമുള്ള ഫോട്ടോ പുറത്തു വന്നപ്പോൾ ശ്രീമതി KK ശൈലജ പറഞ്ഞത് ഫോട്ടോ എടുത്താൽ പാർട്ടിക്കാരനാകുമോ എന്നാണ്. അപ്പോൾ ശ്രീമതി ശൈലജയുടെ യുക്തി വെച്ച് മരണം വരെ പാർട്ടിക്കാരനല്ലാത്ത ഒരാൾ ഇപ്പോൾ പാർട്ടി രക്തസാക്ഷിയാകണമെങ്കിൽ മരണശേഷമാണോ അയാൾക്ക് മെമ്പർഷിപ്പ്?
മെമ്പർഷിപ്പ് കൊടുത്തത്. ഈ ശ്രീമതി ശൈലജയൊക്കെ പച്ചക്കള്ളം പറയുന്ന ആളാണെന്ന് കേരളത്തിന് ബോധ്യമാകുന്ന മറ്റൊരു ഉദാഹരണമാണിത്. അതായാലും CPM-നെ വാരി ഉടുക്കുന്ന തരത്തിലാണ് രാഹുൽ ഈ ഒരു പോസ്റ്റ് ഇട്ടത്. തനിക്കൊരു നീതി, മറ്റുള്ളവർക്ക് മറ്റൊരു നീതി എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിനെ CPM-നെയൊക്കെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇട്ടിരിക്കുന്നത്. കാരണം DYFI പ്രവർത്തകനാകണമെങ്കിൽ മരണശേഷമാണോ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് എന്നൊരു ചോദ്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ഏതായാലും ബോംബ് ഉണ്ടാക്കിയത് ഈ പറയുന്ന അതിർത്തി രാജ്യങ്ങളെ അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളെ തുരത്താനൊന്നും അല്ലല്ലോ, സ്വന്തം രാജ്യത്തിലെ സ്വന്തം ജനങ്ങൾക്കിട്ട് പൊട്ടിക്കാൻ തന്നെയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ഇതാണ് CPM എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ സഖാക്കളെ, നിങ്ങളാണ് ഏറ്റവും അധികം ചുരുങ്ങിപ്പോകുന്നത്. നിങ്ങളെ ഒന്ന് വിലയിരുത്തുക. ഈ ആക്ഷേപത്തിൽ ഈ മറ്റുള്ള സ്ത്രീകൾക്ക് നേരെ നിങ്ങൾ നിറയൊഴിക്കുമ്പോൾ അത് രാഹുൽ മാങ്കൂട്ടത്തിനല്ല ആ വെടിയുണ്ട ചെന്ന് പതിക്കുന്നത്, കേരളത്തിലെ മലയാളികളായ ഓരോ സ്ത്രീകളുടെ നെഞ്ചിലേക്കാണ്.